ഹലോ, തൃശ്ശൂർ ഫുഡ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പിയിലോട്ട് ഞാൻ നമ്മുടെ എല്ലാ അമ്മമാരെയും സ്വാഗതം ചെയ്യാണ്. കാരണം ഇതൊരു കിഡ് സ്പെഷ്യൽ റൈസാണ്, ചീര റൈസ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഗീയിൽ മുട്ട പൊരിച്ചെടുക്കുകയാണ്. നമ്മുടെ വാവന്മാർക്ക് ഇഷ്ടമുള്ള ഏതൊരു സൈഡ് ഡിഷും നമുക്ക് ഈ ചീര റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഞാനിവിടെ സെർവ് ചെയ്യുന്നത് മുട്ട പൊരിച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലെയിൻ കേർഡ് യൂസ് ചെയ്യാം, പനീർ യൂസ് ചെയ്യാം, ചിക്കൻ, ഫിഷ്. നമ്മുടെ വാവന്മാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈഡ് ഡിഷ് ഈ റൈസിൻ്റെ കൂടെ കമ്പൽസറിയാണ്. അല്ല, വാവന്മാർ സുഖമായിട്ട് കഴിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്ര നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ റൈസിന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിവിടെ സൈഡ് ഡിഷ് ഉണ്ടാക്കി വെച്ചു. ഈ സൈഡ് ഡിഷ് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം വരും. ആ സന്തോഷം വരുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ചീര റൈസിൽ നിന്നൊന്ന് മാറിക്കിട്ടും. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചീര റൈസ് ഇവരുടെ വയറ്റിലാക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീരേനെ ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് ഒണിയനും അതുപോലെ തന്നെ കുറച്ച് ഗാർലിക്കും, അത് രണ്ടും നമ്മുടെ ബ്ലാൻഡ് ചെയ്ത് വെച്ച ചീരയുടെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആ ക്രഷ് ചെയ്തെടുത്തത് കുറച്ച് നെയ്യ് ഒഴിച്ച് ജീരകം പൊട്ടിച്ച് ആ ക്രഷ് ചെയ്ത് നമ്മുടെ പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്തെടുക്കണം. ആ സോട്ടേ ചെയ്ത് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. നിങ്ങളുടെ വാവന്മാർക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ പെപ്പർ പൗഡറോ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് റൈസാണ് നമ്മുടെ വാവന്മാർക്ക് വേണ്ടത് അത്രയും ഈ നമ്മുടെ സോട്ടേ ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയുടെ പേസ്റ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചീര റൈസ് ഇവിടെ റെഡിയാണ്. ഈ നല്ല ചൂടുള്ള ചീര റൈസും അതുപോലെ തന്നെ നമ്മുടെ മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ വാവന്മാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ഡിഷായാലും നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ്, അതായത് നല്ല കഷ്ടപ്പാടുള്ള കുട്ടികളാണെങ്കിൽ, ഭക്ഷണം കഴിക്കാൻ നല്ല കഷ്ടപ്പാടുള്ള കുട്ടികളാണെങ്കിൽ ഒരു 5-10 മിനിറ്റിൽ നമ്മുടെ ഈ ഫുഡ് വയറ്റിലായിക്കോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.